ഹായ് ഫ്രണ്ട്സ്, ഇന്നലെ എന്താണ് സംഭവിച്ചത്? ഇന്നലെ നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ മാർക്കറ്റ് ക്യാപ് ഡൗൺ ഓപ്പൺ ചെയ്തു. 10-20 താഴെ വന്ന് ഓപ്പൺ ചെയ്തിട്ട് മാർക്കറ്റ് ആ ഗ്യാപ് ഡൗൺ തന്നെ സസ്റ്റെയിൻ ചെയ്യുന്ന സമയത്താണ് ഏകദേശം ഒരു 12 മണിക്ക് CNN-ന്റെ റിപ്പോർട്ട് വരുന്നത്. അതായത് ട്രംപ് ഫോഴ്സ്ഫുള്ളി ഇന്റർഫെയിൻ ചെയ്തിട്ട് ഇസ്രായേലും ലബനുമായിട്ട് സംസാരിച്ച് സെറ്റിൽ ചെയ്യാനുള്ള ശ്രമത്തിലാണ്. ഈ ഒരു ട്രംപിന്റെ എഫർട്ടിന്റെ പുറത്ത് ഇറാൻ നെഗോസിയേഷൻ വീണ്ടും സ്റ്റാർട്ട് ചെയ്യുന്നുള്ള CNN-ന്റെ റിപ്പോർട്ടാണ് 12 മണിക്ക് റിലീസ് ആയത്. ഈ റിപ്പോർട്ടിന്റെ പുറത്ത് വേൾഡ് മാർക്കറ്റ്സ് റെസ്പോണ്ട് ചെയ്യാൻ തുടങ്ങി, ഇന്ത്യൻ മാർക്കറ്റ് തിരിച്ച് റെസ്പോണ്ട് ചെയ്യാൻ തുടങ്ങി, ഇന്ത്യൻ മാർക്കറ്റ് തിരിച്ച് കയറാൻ തുടങ്ങി. അങ്ങനെയാണ് ഇന്ത്യൻ മാർക്കറ്റ് 100 പോയിന്റ് വേളി ക്ലോസ് ചെയ്തത്. അപ്പം എങ്ങനെയാണ് ന്യൂസ് മാർക്കറ്റിനെ ബാധിക്കുന്നത്? രാവിലത്തെ ന്യൂസ് അല്ല മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ, അത് കഴിഞ്ഞാൽ ന്യൂസ് അല്ല 12 മണിക്ക്, 12 മണി ന്യൂസ് അല്ല മാർക്കറ്റ് ക്ലോസ് ചെയ്യാൻ നേരത്ത്. നോ ബഡി ക്യാൻ പ്രെഡിക്റ്റ് ന്യൂസ് എങ്ങനെ പോകുന്നതെന്നല്ല നമുക്ക് പറയാൻ സാധിക്കത്തില്ല. കഴിഞ്ഞ 3 മാസമായിട്ടുള്ള ഫെബ്രുവരി മാസം മുതലാണ് പ്രവണതയാണ് എന്താണ് ന്യൂസ്, ആ ന്യൂസിന്റെ പുറത്താണ് മാർക്കറ്റ് കയറുന്നത്. എന്നിരുന്നാൽ തന്നെയും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ചില സോൺസിൽ നിന്നും റൈറ്റ് ആയിട്ടുള്ള എൻട്രി നമ്മൾക്ക് കിട്ടും. ആ സോൺസ് മനസ്സിലാക്കുക. ചില സോൺസിൽ കോൺട്രാക്ഷൻ കഴിഞ്ഞിട്ട് കയറാൻ കിടക്കുന്ന സ്റ്റോക്കുകളെ കണ്ടുപിടിക്കാൻ 100% സാധിക്കും, ഒരു സംശയം വേണ്ട. അങ്ങനത്തെ സ്റ്റോക്കുകളെ കണ്ടുപിടിക്കുന്ന ആ ഒരു ആ ഒരു മാജിക് എന്നൊക്കെ വേണം പറയാൻ സാധിക്കും. ഇത്ര മോശം മാർക്കറ്റിൽ നമ്മളത് കണ്ടുപിടിക്കുക, അത് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്, നമ്മുടെ ജോലിയാണ് ശരിക്കും. സോ ഇന്നലെ രാത്രി US മാർക്കറ്റ് വീണ്ടും ട്രെൻഡിലാണ് ക്ലോസ് ചെയ്തത്. ഇന്ന് രാവിലെ US ഫീച്ചേഴ്സ് ഓപ്പൺ ചെയ്ത് റെഡിലാണെങ്കിൽ പോലും അറ്റ് പ്രസന്റ് കഴിഞ്ഞ ഒരു 5 മിനിറ്റ്സ് ബാക്കിൽ വീണ്ടും ഗ്രീനിലേക്ക് വരാൻ തുടങ്ങി. ഏഷ്യൻ മാർക്കറ്റ്സ് ഓപ്പൺ ചെയ്തു. ജാപ്പനീസ് മാർക്കറ്റാണ് ആദ്യം ഓപ്പൺ ചെയ്തത്. സോഫ ജാപ്പനീസ് മാർക്കറ്റ് 1400 പോയിന്റ് മേളിലാണ് ട്രേഡ് ചെയ്യുന്നത്. ആൻഡ് ഓസ്ട്രേലിയൻ മാർക്കറ്റ് ASX 200 ട്രേഡ് ചെയ്യുന്നത് 12 പോയിന്റ് മേളിലാണ് ട്രേഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ എൻ്റെ മുമ്പിൽ മാർക്കറ്റ്സിന്റെ ഡീറ്റെയിൽ ഉള്ളത്. കമ്മോഡിറ്റി മാർക്കറ്റ് എന്ന് പറയുന്ന ക്രൂഡ് ഓയിൽ 1%, 1.2% ട്രെൻഡിലാണ് കിടക്കുന്നത്. ഗോൾഡ് മാർക്കറ്റ് സ്ലൈറ്റ്ലി ഡൗൺ ആണ്, സിൽവറും സ്ലൈറ്റ്ലി ഡൗൺ ആണ്. ഇത്തരം കാര്യങ്ങളാണ് ബേസിക് ആയിട്ട് മാർക്കറ്റിനെ കുറിച്ചുള്ളത്. ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന 6:30 മണിക്ക്, മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്ന 9:15 നിർബം ഇനിയും 2-2.5-3 മണിക്കൂറിനടുത്തെന്ന് പറയുന്നത് ധാരാളം ന്യൂസ് ഫ്ലോ വരാനുള്ള സാധ്യതകൾ ഈ മാർക്കറ്റിൽ ഉണ്ട്. ശരിക്കും നമുക്കൊരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല ഏത് ന്യൂസ് ഫ്ലോ ആണ് മാർക്കറ്റിനെ ഡൊമിനേറ്റ് ചെയ്യുന്നത്. ശ്രദ്ധിക്കേണ്ട കാര്യം, ആസ് ഫാർ എസ് വി ആർ നമ്മൾ ട്രേഡിലുള്ള കാലത്തോളം നമ്മൾ US ഫീച്ചേഴ്സ് എങ്ങനെയാണ് ട്രെൻഡ് ചെയ്യുന്നത്, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, എങ്ങനെയാണ് കമ്മോഡിറ്റി മാർക്കറ്റ് ക്രൂഡ് ട്രെൻഡ് ചെയ്യുന്നത്. ഈ 2 കാര്യങ്ങളും നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്തുകൊണ്ടിരുന്നാൽ നമ്മൾ ആ മാർക്കറ്റ് ഡയറക്ഷനെ കുറിച്ചൊരു ഐഡിയ കിട്ടും ശരിക്കും. കംപ്ലീറ്റ് ട്രെൻഡ് കിടക്കുന്ന സ്മോൾ ക്യാപ്പിലാണ്, അതൊരു ട്രെൻഡിങ് ആയിട്ട് സബ്സെക്ടറിൽ ആൾക്കാരും എടുത്തു പറയുന്നു.